ഗെയ്സ്, നമ്മളിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡും പഴവും മുട്ടയും വെച്ചിട്ട് നല്ലൊരു ഈവനിങ് സ്നാക്കാട്ടോ. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു പഴവും ഒരു 3 ബ്രെഡും പിന്നെ 2 ടീസ്പൂൺ പഞ്ചസാരി ഒരു മുട്ടയും മതി കേട്ടോ. അതുകൊണ്ടപ്പോൾ ഉണ്ടാക്കണം. നിങ്ങൾക്ക് നല്ലോണം അധികം അളവിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അധികം മുട്ടയൊക്കെ ഒഴിച്ചുണ്ടായിക്കോളൂ കേട്ടോ. ഞാനത് കുറച്ചേ ഉണ്ടാക്കണുള്ളൂ. ഒരു 2 കഴിക്കാൻ തക്കത്തോടെ ഉണ്ടാക്കണുള്ളൂ കേട്ടോ. ഒരു ഗ്ലാസ് പാലും ഒഴിച്ചു കൊടുത്തു. അങ്ങനെ പഴം അതിലിട്ട് കൊടുത്തു, ബ്രെഡ് ഇട്ട് കൊടുത്തു, ബ്രെഡ് പൊടിച്ച് ഇട്ട് കൊടുത്തു, പഴം ഇട്ട് കൊടുത്തു, ഒരു മുട്ട ഇട്ട് കൊടുത്തു കേട്ടോ. ആവശ്യത്തിന് പഞ്ചസാരി, കുറച്ച് വാനില എസൻസും ഒഴിച്ചു കൊടുത്തു കേട്ടോ. അതായത് ആ മുട്ടൻ്റെ മണം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്പം നെയ്യ് ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. നിങ്ങൾ നെയ്യില്ലെങ്കിൽ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ. വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കരുത്, അതിൻ്റെ മണം വരുള്ളൂ. അത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കട്ടെ. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ എളുപ്പത്തിൽ ടീ കേക്കൊക്കെ ഉണ്ടാക്കണം എന്ന് വെച്ചാൽ നല്ലതാട്ടോ, ആർക്കും കൊടുക്കാനും പറ്റും. ഇനി നമുക്ക് നല്ലോണം മിക്സിയിൽ അടിച്ചിട്ട് ഒന്ന് കറക്കിയെടുക്കാം. ഒക്കെ ഒന്ന് നല്ലോണം ഒന്ന് അടിഞ്ഞ് വരട്ടെ. പഴവും മുട്ടയും ഇതൊക്കെ കൂടെ നല്ലോണം ഒന്നൊരു തിക്ക് ഗ്രേവിയായും വരും. നല്ലോണം അടിച്ചാൽ കേട്ടോ. ഇത്ര പണിയുള്ളൂ കേട്ടോ. ഇനി നമ്മൾ ആവിയിൽ വേവിച്ചാണ്, കുക്കറിലോ അല്ലെങ്കിൽ ഇഡ്ഡലിച്ചമ്പിലോ ആവിയിൽ വേവിച്ചാൽ മതി. ഇത് നമുക്ക് ഒരു നല്ലൊരു പാത്രത്തിൽ, കേക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു പാത്രം, ഇങ്ങനത്തെ ഇതേപോലത്തെ ഏതെങ്കിലും പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം നെയ്യ് തടവി നല്ലോണം ഒന്ന് തട്ടി കൊടുക്കുക. എന്നിട്ട് കുക്കർ ഒരു 5 മിനിറ്റ് വരെ നല്ലോണം ചൂടാക്കട്ടോ. എന്നിട്ട് അതിൻ്റെ ഫ്ലെയിം അതിൻ്റെ മേലത്തെ വിസിലെടുത്ത് വെക്കുക. എന്നിട്ട് അതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് വരെ നല്ല ഫ്ലെയിമിലൊന്ന് ആവിക്ക് വേവിച്ചാൽ. എന്നിട്ട് നമ്മളതിൻ്റെ മുകളിൽ അണ്ടിയും മുന്തിരി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അടപ്പ് ഇപ്പോൾ അടച്ച് വെച്ചിക്കണം. പിന്നെ അണ്ടിയും മുന്തിരി ഇടുമ്പോൾ നമ്മൾ അടപ്പൊന്ന് തുറക്കും കേട്ടോ. നമുക്കതൊക്കെ ഒരു 5 മിനിറ്റ്, അതായത് സമയം നോക്കി 5 മിനിറ്റ്, 7 മണി ആയിട്ടില്ല, 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കും. അപ്പോൾ നല്ല ഫ്ലെയിമിൽ തന്നെ വെച്ചിക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് നല്ലോണം ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് അണ്ടി മുന്തിരി മുകളിൽ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഒക്കെ അടിയിൽ പോവുക കാരം, കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അങ്ങനെ കുറച്ച് മുന്തിരി അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇനി അടച്ച് വെക്കണ്ട കേട്ടോ. ഇനി അടപ്പൊന്നും വേണ്ട. ഇനി ലോ ഫ്ലെയിമിലാക്കിയിട്ടൊരു മണിക്കൂർ ഇല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ എന്തായാലും വേണം കേട്ടോ. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയാൽ മതി. നിങ്ങൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക. എന്നിട്ട് ഒരു കോലുകൊണ്ട് എന്തെങ്കിലും കുത്തി നോക്കിയാൽ മതി വെന്തുക്കണം. ഒരു മണിക്കൂർ നേരം പിടിച്ചിട്ടോ അത് നേരാകാൻ. ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചിക്കണം കേട്ടോ. എങ്ങനെയാണ് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. ഞാൻ കുറച്ച് നെയ്യ് ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ടേ ഈ കൂട്ടായിക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ മിക്സിയിൽ അടിച്ച പഴം, മുട്ട, പാല് ഒക്കെ കൂടെ അയച്ചിക്കണം, ബ്രെഡൊക്കെ കൂടെ അടച്ചിക്കണമല്ലേ നമ്മൾ. അതയക്കുക ആ കൂട്ട്. ഇതാണ് കേട്ടോ അതിൻ്റെ തിക്ക് ഗ്രേവി. ഒരു ഗ്ലാസ് പാലും ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് തട്ടി കൊടുക്കുക. അതിൻ്റെ ബബിൾസൊക്കെ പോകാനാട്ടോ. ആദ്യം എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതിപ്പോൾ ആദ്യം ചെയ്ത വീഡിയോ ലാസ്റ്റ് അയക്കണം. അങ്ങനെ ഇതൊക്കെ ഒരു പപ്പടക്കോലുകൊണ്ടൊന്ന് കുത്തിയൊക്കെ നമുക്ക് കേട്ടോ. ഇതിപ്പോൾ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ തുറന്ന് നോക്കിയത്. ഉഷാറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എടുത്ത് വെച്ചിട്ട് ഒന്ന് തണുത്തിട്ട് നമുക്ക് 4 ഭാഗം ഇളക്കിയിട്ട് ഒരു പാത്രത്തിൽ കമഴ്ത്താം. അതിൻ്റെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കത്തി കൊണ്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം കേട്ടോ. നല്ലൊരു സ്നാക്കാട്ടോ, വെറുതെ കഴിക്കാനും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ. ഇങ്ങനെ മുറിച്ച് കാണുന്നത് പെട്ടെന്ന് ഉണ്ടാക്കിയാൽ, ഞാൻ ഇപ്പോൾ ഒരു മുട്ട കൊണ്ട് ഉണ്ടാക്കി. നിങ്ങൾ 3-4 മുട്ട കൊണ്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി കട്ടിയിൽ വലിയതായി കിട്ടും കേട്ടോ. നല്ല സോഫ്റ്റാണിത്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അല്ലേ, അടിപൊളിയായി വന്നിട്ടുണ്ട്. നല്ലൊരു ഈവനിങ് സ്നാക്ക് കേട്ടോ, വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അങ്ങനെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് നമ്മളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ആ കുഞ്ഞ് ബെല്ലൈക്കണമെന്ന് അമർത്തിയിട്ടേ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കൊണ്ടു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതല്ല ഉണ്ടാക്കിയിട്ട് നല്ലൊരു ഭംഗിയാണ് കേട്ടോ കാണാൻ. താങ്ക് യു ഫോർ വാച്ചിങ്.